വെൽക്കം ബാക്ക് ടു സോഷ്യോ ബാച്ച് നമ്പർ 1 പാർട്ട് 6. ഇത് ആറാമത്തെ പാർട്ടാണ്. 5 പാർട്ട് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പാർട്ട് 5ലുള്ള വീഡിയോസ് എടുത്ത് കാണുക, അഭിപ്രായങ്ങൾ പറയുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ മെൻഷൻ ചെയ്ത് പഠിച്ചത് പ്രധാനമായിട്ടും പീരിയോഡിക്കൽ വിൻഡ് എന്തായിരുന്നു എന്നാണ്. പീരിയോഡിക്കൽ വിൻഡ് എന്താണ്, ആ പീരിയോഡിക്കൽ വിൻഡിൽ തന്നെ ഉള്ള പ്രധാനപ്പെട്ട പ്രോസസ്സുകളായിട്ടുള്ള ലാൻഡ് ബ്രീസ് എന്താണ്, സീ ബ്രീസ് എന്താണ്, ആൻഡ് ദെൻ മൗണ്ടൻ ബ്രീസ് എന്താണ്, നെക്സ്റ്റ് വാല്യൂ ബ്രീസ് എന്താണ്, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് 2 തരത്തിലുള്ള മൺസൂൺസുകളെ കുറിച്ച് പഠിച്ചു. സൗത്ത് വെസ്റ്റ് മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്താണെന്നൊക്കെ പഠിച്ചു നമ്മൾ. അത് റിട്രേറ്റിംഗ് മൺസൂൺ എന്താണ്, അതേപോലെ തന്നെയാണ് റിവേഴ്സ് മൺസൂൺ എന്ന് പറയുന്നതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ഭയങ്കരമായിട്ട് ഇതിന് എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പഠിച്ചതുപോലെ, പ്രീവിയസ് ഇയറിൽ നമ്മൾ പഠിച്ചതുപോലെ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ബ്രാഞ്ചസുകളെ കുറിച്ചൊന്നും ഇതിനകത്ത് പഠിക്കാനില്ല. സൗത്ത് വെസ്റ്റ് മൺസൂണിന് തന്നെ കേരളത്തിൻ്റെ ബോർഡർ എത്തുന്ന സമയത്ത് അത് 2 ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നു. അതിന് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചസുകളെന്നും പിന്നെന്താണ് അറേബ്യൻ ബ്രാഞ്ചസുകളെന്നും, നോർത്തേൺ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് അത് ബ്രഹ്മപുത്ര ബ്രാഞ്ചസുകളായിട്ടും ഗാംഗറ്റിക് ബ്രാഞ്ചസുകളായിട്ടും മാറുന്നു. ഇങ്ങനെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ വർഷം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് അത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഈ ലോക്കൽ വിൻഡിൻ്റെ നമ്മുടെ നമ്മുടെ വിൻഡുകളെ കുറിച്ച് പഠിച്ച സമയത്ത് അതിൽ തന്നെ സാധാരണയായിട്ട് ഈ പീരിയോഡിക്കൽ വിൻഡുകളിൽ ഏതാണ് ഇവ രണ്ടിൻ്റെയും പ്രത്യേകത എന്തെന്നൊക്കെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇതിനകത്ത് കൂടുതലായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് ലോക്കൽ വിൻഡാണ്. ലോക്കൽ വിൻഡ് എന്ന് പറഞ്ഞാൽ ചില പ്രാദേശിക പ്രദേശങ്ങളിൽ മാത്രം വീശുന്ന ഒരു നാച്ചുറൽ പീരിയോഡിക്കൽ വിൻഡ് നമ്മൾ പഠിച്ചു. അപ്പോൾ ലോക്കൽ വിൻഡ്സുകൾ നമ്മൾ നോക്കിയായിരുന്നു. അതിൽ തന്നെ ലൂ ഉണ്ട്, ചിനൂക്ക് ഉണ്ട്, ഫെൻ ഉണ്ട്, ഹാർമേറ്റൻ, ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ടുള്ള ഒരു ലോക്കൽ വിൻഡുകളാണ്. അപ്പോൾ അതിൻ്റെ റീജൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവ എന്താണ്, എവിടെയാണ് വീശുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലോ ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സിലൊക്കെ സാധാരണ ചോദിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി നമ്മൾ പഠിച്ചതാണ് വാരിയബിൾ വിൻഡ്സ്, സൈക്ലോൺസുകളെ കുറിച്ചും ആൻറ്റി സൈക്ലോൺസും. അപ്പോൾ ഇത് ഏത് റീജിയനുകളിലാണ് കൂടുതലായിട്ട് ബ്ലോ ചെയ്യുന്നത്? ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണോ, അല്ലെങ്കിൽ അത് മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ക്ലൈമറ്റ് റീജൻസിലാണോ വീശുന്നത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ക്ലൈമറ്റിലാണോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് പാർട്ടിൽ നോക്കിയായിരുന്നു. പിന്നെ ഈ സൈക്ലോൺസിൻ്റെ എഫക്റ്റ് എന്നറിയപ്പെടുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്, അത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ, സതേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ നോക്കി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അതൊക്കെ എടുത്ത് വെച്ച് നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക, അത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ആൻറ്റി സൈക്ലോൺസുകൾ നോക്കിയായിരുന്നു. സൈക്ലോൺസിൻ്റെ മറ്റൊരു ഫോമാറ്റാണ് ആൻറ്റി സൈക്ലോൺസ്. ആൻറ്റി സൈക്ലോൺസുകൾ ഹൈ പ്രഷർ റീജൻസിൽ നിന്ന് എവിടെ പോകുന്നു, ലോ പ്രഷർ റീജൻസിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സൈക്ലോൺസുകൾ സാധാരണയായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷനൊക്കെ ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ എയർ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറാണോ, ലോ പ്രഷറിൽ നിന്ന് അത് ഹൈ പ്രഷറിലോട്ട് പോകുന്നതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. പിന്നെ ഇതിൻ്റെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്, സതേൺ ഹെമിസ്ഫിയറിലെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഒക്കെ ചോദിച്ചെന്ന് വരാം. അപ്പോൾ അത് കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ ഈ പ്രാവശ്യം എന്ത് ചെയ്യുക, നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് ഹ്യൂമിഡിറ്റി എന്നറിയപ്പെടുന്നത്. നിങ്ങൾ 7ലോ 8ലോ ഒക്കെ പഠിച്ചിട്ടുള്ള വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഹ്യൂമിഡിറ്റി എന്നറിയപ്പെടുന്നത്. എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ എർത്ത് സർഫസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂമിഡിറ്റിയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ എർത്ത് സർഫസ്. എർത്ത് സർഫസിലേക്ക് കോമൺലി നമ്മൾ എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശം കടന്നു വരുന്നു, അല്ലെങ്കിൽ സൺറൈസസ്, അല്ലെങ്കിൽ ഇൻസുലേഷൻ, അല്ലെങ്കിൽ ഷോർട്ട് വേവ് റേഡിയേഷൻസ്. ഓക്കെ, ഈ ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള കിരണങ്ങൾ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ സ്വാഭാവികമായിട്ട് എന്തൊക്കെ കാണാം, വാട്ടർ ബോഡീസ് കാണാം, പ്ലെയിൻ റീജനും കാണാം. അപ്പോൾ ഈ 2 പ്രദേശങ്ങളായാലും ഇവിടെ എന്ത് ചെയ്യും, ചൂടാകും അല്ലേ. നമ്മുടെ ഭൂമിയുടെ ഉപരിതലം ചൂടാകുന്നു. അപ്പോൾ ഭൂമിയുടെ ഉപരിതലം ചൂടാകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, പതുക്കെ വളരെ വളരെ ഗ്രാജുവലി ചൂടാവുന്നതാണ് ഏത്, നമ്മുടെ വാട്ടർ ബോഡീസ് എന്നറിയപ്പെടുന്നത്. വാട്ടർ ബോഡീസ് ചൂടാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാം. ഇത് നേരെ ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഇതേപോലുള്ള വേവ്സുകളായിട്ട് പോകുന്നു. അതിനെയാണ് നമ്മൾ വേപ്പർ എന്നറിയപ്പെടുന്നത്, വാട്ടർ വേപ്പർ. ഓക്കെ ആണല്ലോ, വാട്ടർ വേപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. ഈ വാട്ടർ വേപ്പർ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നതോറും അത് തണുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ ഡ്രോപ്പുകളായിട്ട് മാറുന്നു. ശരിയല്ലേ. അപ്പോൾ ചെറിയ ഡ്രോപ്പുകളായിട്ട് മാറുന്നു. ഈ ഡ്രോപ്പുകളെയാണ് നമ്മൾ വാട്ടർ ഡ്രോപ്പുകൾ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് വേപ്പറുകളായിട്ട് പോകുന്നത് ഏറ്റവും മുകളിലേക്ക് എത്തുന്ന സമയത്ത് വാട്ടർ വേപ്പറുകളായിട്ട് മാറ്റുന്നു. ഈ വാട്ടർ വേപ്പറുകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. സിമ്പിൾ. ഇത് തന്നെയാണ് ഹ്യൂമിഡിറ്റി എന്നറിയപ്പെടുന്നത്. ഇറ്റ്സ് വാട്ടർ കണ്ടെയ്ൻ ഇൻ അറ്റ്മോസ്ഫിയർ. എത്രത്തോളം കൺസിസ്റ്റായിട്ട് വാട്ടർ വേപ്പേഴ്സുകൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്നു, അത് തന്നെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ഹ്യൂമിഡിറ്റി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആർദ്രത എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഓക്കെ ആണല്ലോ. അപ്പോൾ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തിൻ്റെ അളവിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ വാട്ടർ കണ്ടക്ടിവിറ്റി ഇൻ അറ്റ്മോസ്ഫിയർ ഈസ് കാൾഡ് എന്താണ്? ഹ്യൂമിഡിറ്റി. വാട്ടർ ബോഡീസ് എത്രത്തോളം നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്നു അതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്. ചില പർട്ടിക്കുലർ പ്ലേസുകളിൽ ഇത് കുറവായിരിക്കാം, ചില പർട്ടിക്കുലർ പ്ലേസിൽ എന്താണ് ഇത് കൂടുതലായിരിക്കാം. ചില സ്ഥലങ്ങളിൽ കുറവാം, ചില സ്ഥലങ്ങളിൽ എന്താണ് ഇത് കൂടുതലാവാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷൻ പോലെ ഇരിക്കും കേട്ടോ. ചിലത് ലാൻഡ് ഏരിയാസ് ആയിരിക്കും, ഹൈ ടെമ്പറേച്ചർ റീജൻസ് ആയിരിക്കും, അവിടെ ജലാംശത്തിൻ്റെ അളവ് കാണില്ല, ഹ്യൂമിഡിറ്റി ഓഫ് കോഴ്സ് അവിടെ കുറവായിരിക്കും. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലേ. എയർ കറണ്ട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ എന്താണ് വാട്ടർ വേപ്പറിൻ്റെ സാന്നിധ്യവും കൂടുതലായിരിക്കാം അവിടെ ജലാശയം ഉണ്ടെങ്കിൽ. പക്ഷേ ലാൻഡ് ഏരിയാസിൽ ടെമ്പറേച്ചർ റീജിയൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വാട്ടർ വേപ്പർ ഉണ്ടാവണമെന്നും ഇല്ല. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ അതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഹ്യൂമിഡിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഹ്യൂമിഡിറ്റിക്ക് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നറിയപ്പെടുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഹ്യൂമിഡിറ്റി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ വാട്ടർ വേപ്പേഴ്സുകൾ എന്നറിയപ്പെടുന്നത് 1 ക്യൂബിക് മീറ്റർ എയർ അറ്റ്മോസ്ഫിയറിൽ 1 ക്യൂബിക് മീറ്റർ, ഇതാണ് 1 ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ക്യൂബ് നമ്മൾ എടുക്കുകയാണ്. അറ്റ്മോസ്ഫിയറിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസ് നമ്മൾ എന്താണ് ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പോലെ ഇരിക്കുന്ന ഒരു ക്യൂബിക് മീറ്റർ പ്ലേസ് എടുക്കുകയാണ്. ഈ ക്യൂബിക് മീറ്റർ എയർ അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളം വാട്ടർ ബോഡീസ് ഉണ്ട്? ഓക്കെ, ഒരു ക്യൂബിക് മീറ്റർ. ഇപ്പോൾ നമ്മളത് നോബലി മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ, നോബലി പറയുകയാണെങ്കിൽ ഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയും. ഈ ഗ്രാം പെർ മീറ്റർ ക്യൂബിൽ അല്ലേ 1 ക്യൂബിക് മീറ്റർ എയർ അറ്റ്മോസ്ഫിയറിൽ 1 ക്യൂബിക് മീറ്റർ ഒരു പെർട്ടിക്കുലർ ഒരു ചതുരശ്ര എന്ന് പറയില്ല, ഒരു പെർട്ടിക്കുലർ റീജിയൻ, ഒരു പ്രദേശം. ആ അവിടുത്തെ എന്താണ് 1 ക്യൂബിക് മീറ്റർ, ഒരു 1 ക്യൂബിക് മീറ്റർ പ്രദേശത്തിൽ എത്ര ഗ്രാം അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ഗ്രാം പെർ വാട്ടർ ബോഡീസ് എന്നാണ്, എത്ര ഗ്രാം വാട്ടർ ബോഡീസ് അടങ്ങുന്നുണ്ട്. ഇങ്ങനെ എത്ര ഗ്രാം വാട്ടർ ബോഡീസ് അടങ്ങുന്നുണ്ട് എന്നതിനെ അറിയപ്പെടുന്നതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അതായത് നിലവിൽ ഇപ്പോൾ അറ്റ്മോസ്ഫിയറിൽ എത്ര വാട്ടർ കണ്ടെയ്ൻസ് അടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഗ്രാം പെർ മീറ്റർ ക്യൂബ് അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ 1 ക്യൂബിക് മീറ്റർ പ്ലേസിൽ ഇപ്പോൾ നിലവിൽ എത്ര വാട്ടർ കണ്ടെയ്ൻ അടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ വാട്ടർ വേപ്പേഴ്സ് ഉണ്ട് എന്ന് കണക്കാക്കുന്നതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അതായത് മീറ്റർ അല്ലെങ്കിൽ എന്താണ് ഒരു ഇത്ര സ്ഥലത്ത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഒരു ഗ്രാം പെർ മീറ്റർ ക്യൂബിൽ അല്ലെങ്കിൽ ഒരു 1 ക്യൂബ് മീറ്റർ പ്ലേസിൽ എത്ര ആ ഒരു എയർ അറ്റ്മോസ്ഫിയറിൽ എത്ര വാട്ടർ കണ്ടെയ്ൻ അടങ്ങുന്നുണ്ട് എന്നറിയപ്പെടുന്നതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ 1 ക്യൂബിക് മീറ്റർ എയർ അറ്റ്മോസ്ഫിയർ എടുത്താൽ എത്രത്തോളം വാട്ടർ അവിടെ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് 1 ക്യൂബാണ്. ഓക്കെ ആണല്ലോ. ഈ 1 ക്യൂബ് എയർ അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളം വാട്ടർ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. എന്ത് പേരിൽ അറിയപ്പെടുന്നു? അബ്സല്യൂട്ട്. ഒരു എയർ അറ്റ്മോസ്ഫിയർ ആണിത്. ഈ അറ്റ്മോസ്ഫിയറിൽ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഈ ഒരു എയർ അറ്റ്മോസ്ഫിയർ ആണ്, അത് 1 ക്യൂബിക് മീറ്റർ പ്ലേസ് ആണെന്ന് ചിന്തിക്കുക. ഈ 1 ക്യൂബിക് മീറ്റർ പ്ലേസിൽ എത്രത്തോളം വാട്ടർ ബോഡീസ് അടങ്ങുന്നുണ്ട്? ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്, ആ സ്ഥലത്ത് എത്ര വാട്ടർ ബോഡീസ് അടങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഏതിൽ കണക്കാക്കാം? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയിൽ കണക്കാക്കാം. ഓക്കെ ആണല്ലോ. അതാണ് എന്നറിയപ്പെടുന്നത്. അതിപ്പോൾ ഒരു 30% ആണെന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക. 30%. ഇപ്പോൾ 100-ൽ 100-ൽ അപ്പോൾ നമുക്ക് എന്താണ് ശതമാന കണക്ക് നോക്കുന്നില്ല. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 100-ൽ 30% നിങ്ങളുടെ ആ ഒരു 1 ക്യൂബിക് മീറ്റർ പ്ലേസിൽ എന്തുള്ളത്? വാട്ടർ ബോഡീസ് ഉണ്ട് എങ്കിൽ അതെന്ത് പേരിൽ അറിയപ്പെടുന്നു? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എപ്പോഴും ഒന്ന് മനസ്സിലാക്കുക, ഇപ്പോൾ 1 ക്യൂബിക് മീറ്റർ പ്ലേസിൽ വാട്ടർ ബോഡീസ് അടങ്ങുന്നതിന് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ അതൊരു 30% ആണെന്ന് പറഞ്ഞു. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, എത്രത്തോളം വാട്ടർ വേപ്പേഴ്സുകളും നമ്മുടെ ഭൂമിയിൽ നിന്ന് എവിടേക്ക് വരികയാണ് അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയാണ്. ശരിയല്ലേ? ഈ തങ്ങി നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ശരിയല്ലേ പറയുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾസ് നമുക്കിപ്പോൾ നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെയാണ്, ഒരു ചെറിയൊരു ഗ്ലാസ് ടംബ്ലർ എടുക്കുക അല്ലെങ്കിൽ വലിയൊരു ബക്കറ്റ് നമ്മൾ എടുക്കുക അല്ലേ. ഈ വലിയൊരു ടംബ്ലറിനകത്ത് ഈ ബക്കറ്റിനകത്ത് നമ്മൾ ജലം ഒഴിക്കുകയാണ്. ജലം ഒഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സമയത്ത് എന്ത് ചെയ്യും? ഈ വാങ്ങ് നിറഞ്ഞ് കവിയും അല്ലേ. അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് എടുക്കുക. സ്പോഞ്ച് നമ്മളൊരു വാട്ടറിലേക്ക് മുക്കുക. വാട്ടർ മുക്കി നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ കുറേ വാട്ടർ അത് അബ്സോർവ് ചെയ്തെടുക്കും. വീണ്ടും രണ്ടാമത് മുക്കുന്നു, വീണ്ടും അബ്സോർവ് ചെയ്തെടുക്കും. വീണ്ടും രണ്ടാമത് മുക്കുന്നു, വീണ്ടും അബ്സോർവ് ചെയ്തെടുക്കും. പക്ഷേ വീണ്ടും മുക്കുന്ന സമയത്ത് അബ്സോർവ് ചെയ്യാൻ പറ്റില്ല. കാരണം ബിക്കോസ് ഓഫ് ഇതങ്ങ് നിറയെ കൺവേ ആയി, ഇത് നിറഞ്ഞു. പിന്നെ ഇതിനകത്തോട്ട് വാട്ടർ അബ്സോർവ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ഇത് കണക്ക് തന്നെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറും.
അറ്റ്മോസ്ഫിയറിലെ വാട്ടർ വേപ്പേഴ്സുകൾ എത്രത്തോളം പോകുന്നോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഓൾറെഡി അവിടെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഉണ്ട് അല്ലേ. ഒരു ക്യൂബിക് മീറ്റർ പ്ലേസിൽ അല്ലെങ്കിൽ സ്ഥലത്ത് എന്തുണ്ട്, അവിടെ 30% അല്ലെങ്കിൽ 40% ഓൾറെഡി അവിടെ എന്തുണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വാട്ടറും അതിനകത്തോട്ട് ചെന്ന് കയറുന്നത്. ശരിയല്ലേ പറയുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയർ വാട്ടർ കൊണ്ടങ്ങ് നിറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വാട്ടർ വേപ്പറിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിനെയാണ് നമ്മൾ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എത്ര വാട്ടർ വേപ്പേഴ്സ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും, ഇതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അതായത് ഹ്യൂമിഡിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിലേറ്റ് ചെയ്യുന്നത് ആരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ഹ്യൂമിഡിറ്റിയെ നമ്മൾ ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്, ആരുമായിട്ടാണ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയുമായിട്ട് എന്ത് ചെയ്യുന്നു, റിലേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റീനെ നിലവിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ 30% അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയിലേക്ക് ജല അംശം അല്ലെങ്കിൽ ജലം എന്ത് ചെയ്യുന്നു, കൂടിച്ചേരുമ്പോൾ അതെന്തായിട്ട് മാറുന്നു, ഹോൾഡിംഗ് കപ്പാസിറ്റി ആയിട്ട് മാറുന്നു, നിറയുന്നു അല്ലേ. അന്തരീക്ഷം മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നു, നിറയുന്നു. ഇങ്ങനെ അന്തരീക്ഷം കൊണ്ട് നിറയുന്നതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഒരു ക്യൂബിക് മീറ്റർ പ്ലേസിൽ വാട്ടറിൻ്റെ സാന്നിധ്യം കാണുന്നതിനെ നമ്മൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന പേരിലും അറിയപ്പെടുന്നു. എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നറിയപ്പെടുന്നത്? എത്രത്തോളം വാട്ടർ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും എന്നതിൻ്റെ റേഷ്യോയാണ് ഏതെന്നറിയപ്പെടുന്നു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. എത്രത്തോളം റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ എത്രത്തോളം വാട്ടർ ഹോൾഡ് ചെയ്യാൻ ഈ 30% കഴിഞ്ഞാൽ എത്രയും കൂടെ അറ്റ്മോസ്ഫിയറിൽ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് എന്തെന്നറിയപ്പെടുന്നത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടെ പറയുന്നുണ്ട് എന്താണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹ്യൂമിഡിറ്റി പഠിച്ചേക്കുക, സിമ്പിളായിട്ടുള്ള ഒന്നാണ്. നോക്കി, സൺലൈറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്, വാട്ടർ വേപ്പർ സോഴ്സ് ഓൺ എർത്ത് സർഫസ് ആൻഡ് ടേൺ ദ വാട്ടർ വേപ്പർ റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ്. നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ബാഷ്പം എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു. അങ്ങനെ അന്തരീക്ഷത്തിൽ ഈ ജലബാഷ്പം കൊണ്ട് നിറഞ്ഞ് അവിടെ എന്താണ്, വാട്ടർ വേപ്പറുകളായിട്ട് മാറുന്നു. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഇൻവിസിബിൾ അറ്റ്മോസ്ഫിയറിലായിട്ട്, ഓക്കെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്താണ്, ഇൻവിസിബിൾ ആയിട്ട് കാണപ്പെടുന്നതാണ്. എയർ ആയാലും വാട്ടർ ആയാലും അതെന്താണ്, ഇൻവിസിബിൾ ആണ്. അങ്ങനെ ഇൻവിസിബിൾ വാട്ടർ കണ്ടന്റ് ഇൻ അറ്റ്മോസ്ഫിയർ കാൾഡ് ഹ്യൂമിഡിറ്റി. അങ്ങനെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, വാട്ടർ ഹ്യൂമിഡിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. അപ്പോൾ 2 തരത്തിലാണ് നമ്മൾ വാട്ടർ ഹ്യൂമിഡിറ്റിനെ അറിയപ്പെടുന്നത്. ഒന്നാമത്തേത് അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്നറിയപ്പെടുന്നു. ഒന്നാമത്തേതാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പെർ യൂണിറ്റ് വോളിയം ഓഫ് പ്ലേസ്. കണ്ടോ, ഇങ്ങോട്ട് നോക്കാം, പെർ യൂണിറ്റ് വോളിയം ഓഫ് അറ്റ്മോസ്ഫിയർ. ഒരു പെർ യൂണിറ്റ് വോളിയം ഓഫ് അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അല്ലേ. പെർ യൂണിറ്റ് പ്ലേസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു എന്താണ് 30% നിലവിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഉണ്ട്, ശരിയല്ലേ. അവിടേക്ക് എന്ത് ചെയ്യുന്നു, റിലേറ്റ് ചെയ്യാവുന്ന ഹോൾഡിംഗ് കപ്പാസിറ്റി ആയിട്ടുള്ള വാട്ടേഴ്സുകൾ എന്ത് ചെയ്യുന്നു, വീണ്ടും കൂടി ചേരുന്നു. അത് എത്രയായിട്ട് മാറുന്നു, വീണ്ടും ഒരു 17-14 കൂടെ ചെന്ന് ചേരുന്നു. അപ്പം 13-ഉം 14-ഉം എത്രയാണ്, 14, 15, 17 ആയപ്പോൾ തന്നെ ആ പ്രദേശം എന്ത് ചെയ്ത് നിറച്ചു അല്ലേ. അവിടെ നിറഞ്ഞു, ആ പ്രദേശം എന്തായി മാറി, ഇതേപോലുള്ള ക്ലൗഡ്സ് രൂപീകരിച്ചു. അവിടെ എന്താണ്, ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നു, മഴ പെയ്യ്ക്കുന്നതിനുള്ള സാധ്യത. ഇവിടെ ഇങ്ങനെ നിറഞ്ഞു, വാട്ടർ ബോഡീസ് ഇവിടെ എല്ലാം കൊണ്ട് നിറഞ്ഞു, ശരിയല്ലേ പറയുന്നത്. വാട്ടർ ബോഡീസ് നിറഞ്ഞു, കണ്ടൻഷൻ സംഭവിച്ചു. ജലകണികകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഡയമീറ്റർ വർദ്ധിക്കും, വലിപ്പം വർദ്ധിക്കും. ഡയമീറ്റർ വർദ്ധിക്കുമ്പോൾ ഇത് വലിയ ജലകണികകളായിട്ട് മാറുന്നു. അവ ജലത്തുള്ളികളായിട്ട് പ്രസിപ്പിറ്റേഷൻ താഴോട്ട് ചെയ്യുന്നു. ഏതിൻ്റെ ബേസിസിൽ, ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ എത്ര വാട്ടർ ബോഡീസ് അടങ്ങുന്നതാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, അതിലേക്ക് ഇത്ര % എന്ത് ചെയ്യുന്നു, വന്ന് ചേരുന്നതിനെയാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ഇങ്ങനെ എന്ത് പേരിലും അറിയപ്പെടുന്നു, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഹോൾഡിംഗ് കപ്പാസിറ്റിയുമായി റിലേറ്റ് ചെയ്യുന്നതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഈ റിലേറ്റ് ചെയ്യുന്നതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, നമ്മൾ ശതമാന അടിസ്ഥാനത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ കണക്കാക്കുന്നതാണ് ഇത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ ആണല്ലോ. ശതമാന അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ 30% എന്നറിയപ്പെടുന്നത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അതിനെന്ത് ചെയ്യുന്നു, അതിലേക്ക് ജലം വന്ന് ചേരുമ്പോൾ എത്ര ശതമാനം
ഇപ്പോൾ 40 അല്ലെങ്കിൽ 50% മാക്സിമം വന്ന് ചേരും. അതിൻ്റെ ബാക്കി പെർസെൻറ്റേജ് എന്താണ്, ചിലപ്പോൾ ഭൂമിയിലേക്ക് എന്ത് ചെയ്യാണ്, തിരിച്ച് തന്നെ ഇങ്ങോട്ടിഞ്ഞ് വരും. അപ്പോൾ അതാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നും പിന്നെ എന്താണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇനി ഈ ജലബാഷ്പം നമ്മുടെ അന്തരീക്ഷത്തിൽ മുഴുവനായിട്ട് നിറഞ്ഞു, ശരിയല്ലേ പറയുന്നത്? ജലബാഷ്പം എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിൽ മുഴുവനായിട്ട് നിറഞ്ഞു. അത് മുഴുവനായിട്ട് കൺവേ ചെയ്തു, ഹോൾഡ് ചെയ്യാൻ പറ്റാവുന്ന അത്രയും ഹോൾഡായിട്ട് മാറി. അങ്ങനെ അന്തരീക്ഷത്തിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആ ജലാംശം അല്ലെങ്കിൽ ആ ജലകണികകളെ അല്ലെങ്കിൽ അത് നിറയുന്ന അവസ്ഥയെ നമ്മൾ അറിയപ്പെടുന്നതാണ് സാച്ചുറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? സാച്ചുറേഷൻ ലെവൽ. ഓക്കെ ആണല്ലോ? എന്ത് പേരിൽ അറിയപ്പെടുന്നു? അല്ല, ഇതിനെ നമ്മൾ മലയാളത്തിൽ പൂരിതാവസ്ഥ എന്ന് പറയും. പൂരിയല്ല, പൂരിതാവസ്ഥ. ജലബാഷ്പം നമ്മുടെ അന്തരീക്ഷത്തിൽ മുഴുവനായിട്ട് ഹോൾഡ് ചെയ്ത് നിറഞ്ഞു കഴിഞ്ഞാൽ ആ നിറയുന്ന അവസ്ഥയെയാണ് നമ്മൾ സാച്ചുറേഷൻ ലെവൽ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ സാച്ചുറേഷൻ ലെവൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമി അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു ലെവൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ, ആ പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിൽ ജലബാഷ്പം കൊണ്ടങ്ങ് നിറയുന്നു, അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്പ് ഫുള്ളായിട്ട് അത് എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു. ആ ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റിനെയാണ് നമ്മൾ സാച്ചുറേഷൻ ലെവൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഈ സാച്ചുറേഷൻ ലെവലിന് ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, അല്ലേ? ഇപ്പോൾ ഈ സാച്ചുറേഷൻ ഉറപ്പായിട്ട് ഒരു വാട്ടർ വേപ്പേഴ്സുകളാണല്ലോ ഇത് മുകളിലോട്ട് പോകുന്നത്, അപ്പോൾ ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ഈ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സാച്ചുറേഷൻ പോയിൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ, ഏറ്റവും അവസാനത്തെ ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ആ ടെമ്പറേച്ചറിനെയാണ് എന്താണ്, സാച്ചുറേഷൻ പോയിൻ്റ് എന്നും ഈ ജലബാഷ്പം കൊണ്ട് നിറയുന്നതിനെയാണ് സാച്ചുറേഷൻ ലെവൽ എന്ന പേരിലും എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്ന സാച്ചുറേഷൻ പോയിൻറ്റും അതുപോലെ തന്നെയാണ് അന്തരീക്ഷത്തിൽ ജലബാഷ്പം കൊണ്ട് നിറയുന്നതിനെ സാച്ചുറേഷൻ ലെവലെന്നും എത്രത്തോളം ഹോൾഡിംഗ് ആയിട്ട് ജലം വന്ന് നിറയുന്നതിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നും നിലവിൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ജലാംശത്തെ നമ്മൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന പേരിലും എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ? എന്ത് പേരിലും അറിയപ്പെടുന്നു, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന പേരിലും എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ആ ടെസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എല്ലാവരും ഒന്ന് നോക്കിയേ. നമ്മൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഓൾറെഡി നോക്കിയതാണ്. ആക്ച്വൽ വാട്ടർ വേപ്പർ നിങ്ങൾക്ക് ആ വരച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വാട്ടർ വേപ്പർ പ്രസൻറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് കാൾഡ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അന്തരീക്ഷത്തിൽ എത്രത്തോളം വാട്ടർ വേപ്പർ ഒരു പെർ യൂണിറ്റ് വോളിയം ഓഫ് പ്ലേസിൽ വന്ന് നിറയുന്നതിനെ അതിനെന്ത് പേരിൽ അറിയപ്പെടുന്നു, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. നിലവിലുള്ള വാട്ടർ വേപ്പറിന് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയും വന്നു ചേരുന്നതിന് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നു. അബ്സല്യൂട്ടിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിലേറ്റീവായിട്ട് ഹോൾഡ് കൂടുതലായിട്ട് വാട്ടർ വേപ്പർ വന്ന് നിറയുന്നതിനെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇതിന് നമ്മൾ ശതമാനാടിസ്ഥാനത്താണ്, ഇൻറ്റു 100 ഉണ്ട് കേട്ടോ. ഇതിന് നമ്മൾ ശതമാനാടിസ്ഥാനത്തിൽ ഇൻറ്റു 100 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ കണക്കാക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇൻറ്റു 100 ആയിട്ട്. അടുത്തതെന്ന് അറിയപ്പെടുന്നത് ദ അറ്റ്മോസ്ഫിയർ ഹ്യൂമിഡിറ്റി വേരീസ് പ്ലേസ് ടു പ്ലേസ് ഡിപ്പെൻഡിങ് ദ ടെമ്പറേച്ചർ ആൻഡ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. നമുക്ക് അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന വാട്ടർ കണ്ടെയ്ൻ ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, ഡിപ്പെൻഡിങ് ഓഫ് അവിടെ വാട്ടർ ബോഡീസും ഉണ്ടായിരിക്കണം, ശരിയല്ലേ? ഹ്യൂമിഡിറ്റി വാട്ടർ പ്ലേസ് ടു പ്ലേസ് ഡിപ്പെൻഡിങ് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ടെമ്പറേച്ചർ ആൻഡ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. There is a limit to amount of water vapor that atmosphere can hold at the particular temperature. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്ര വാട്ടർ വേപ്പേഴ്സ് അവിടെ എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ദിസ് ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ദ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് അറ്റ്മോസ്ഫിയർ അറ്റ് ദ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്ര വാട്ടർ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു, വാട്ടർ കണ്ടെയ്ൻസ് നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അല്ലേ? അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് അവിടെ വന്ന് നിറയാനായിട്ട് സാധിക്കുന്നത്, വാട്ടർ വേപ്പർ നമുക്ക് അവിടെ വന്ന് എത്രത്തോളം നിറയാനായിട്ട് സാധിക്കുന്നു ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. നിലവിൽ ഒരു പെർ യൂണിറ്റ് ഓഫ് പ്ലേസിലുള്ളതിന് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്നും അവിടേക്ക് വന്ന് ചേരുന്ന ജലാംശത്തിൻ്റെ അളവിനെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന പേരിലും അറിയപ്പെടുന്നു. അതിനെ നമുക്ക് ഇതേപോലെ ഡിനോട്ട് ചെയ്യാം. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നറിയപ്പെടുന്നത് നിലവിൽ അന്തരീക്ഷത്തിലുള്ള, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിലവിൽ എത്ര വാട്ടർ വേപ്പർ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്നു അതിനെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്നും അതിലേക്ക് വന്നു ചെയ്യുന്ന വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് അറ്റ്മോസ്ഫിയറിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നും അത് നമ്മൾ ശതമാനത്തിൽ കണക്കാക്കുന്നതെന്ന് 100 എന്നറിയപ്പെടുന്നത്. 1.1 അല്ലെങ്കിൽ 1% ബേസിസിൽ 100 വെച്ച് എന്ത് ചെയ്യുന്നു, അതിനെ കണക്കാക്കുന്നു അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ബൈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. അങ്ങനെ ഈ അന്തരീക്ഷത്തിൽ എത്രത്തോളം ജലാംശം കൂടുന്നു അതിനനുസരിച്ച് അത് നിറയുന്നു. അങ്ങനെ നിറയുന്ന ഈ അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, സാച്ചുറേഷൻ ലെവൽ.
സാച്ചുറേറ്റ് വിച്ച് ദ വാട്ടർ വേപ്പർ ഈസ് നോൺ ആസ് ദ സാച്ചുറേഷൻ ലെവൽ. നമ്മളത് പഠിച്ചതാണ്. എത്രത്തോളം വാട്ടർ വേപ്പർ വന്ന് നിറയുന്നു അതിനെയാണ് സാച്ചുറേഷൻ ലെവൽ. ഈ സാച്ചുറേഷൻ ലെവൽ അറ്റൈൻ ചെയ്യാൻ അവസാനം വരെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ സാച്ചുറേഷൻ പോയിന്റ് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? എന്ത് പേരിൽ അറിയപ്പെടുന്നു? സാച്ചുറേഷൻ പോയിന്റ്. ഓക്കെ ആണല്ലോ? സാച്ചുറേഷൻ പോയിന്റ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ജലം എന്ത് ചെയ്തു? ഇതാ ഇവിടെ എല്ലാം കൊണ്ട് നിറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ജലം എന്ത് ചെയ്യുന്നു? സാച്ചുറേഷൻ ആയി കഴിഞ്ഞു. ഈ സാച്ചുറേഷനിൽ നമ്മുടെ അന്തരീക്ഷം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? നോക്കിയേ നിങ്ങൾ, സാച്ചുറേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നത്? അവിടെ നോക്കിയേ, ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്തുന്നു. ഇത് വാട്ടർ വേപ്പറുകളായിട്ട് പോകുന്നു. ഇവിടെ വാട്ടർ ബോഡീസുകൾ ഉണ്ടാകുന്നു. അതിനെയാണ് വാട്ടർ ഡ്രോപ്പുകളായിട്ട് മാറുന്നു. ഇത് അന്തരീക്ഷം മുഴുവനായിട്ട് നിറയുന്നു. അന്തരീക്ഷം മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നു? 1 മിനിറ്റ്. അന്തരീക്ഷം മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നു? നിറയുന്നു. ഇത് വാട്ടറാണ് കേട്ടോ. അന്തരീക്ഷം മുഴുവനായിട്ട് നിറയുന്നത് സാച്ചുറായിട്ട് മാറുന്നു. ഇനി നിങ്ങളെല്ലാവരും ഒന്ന് ഓക്കെ, നമ്മൾ അന്തരീക്ഷത്തിൽ എന്നറിയപ്പെടുന്നത് എന്ത് മാത്രമല്ല, വാട്ടർ ബോഡീസ് മാത്രമല്ല, ഇവിടെ എന്തും കൂടെ ഉണ്ട്, ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസുകൾ കാണും. ശരിയല്ലേ? ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങൾ. ഈ പൊടിപടലങ്ങളിലേക്ക്, അപ്പോൾ ഇതൊരു ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഈ പൊടിപടലങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ വാട്ടർ ബോഡീസ് വന്നങ്ങ് നിറയും. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? വന്നങ്ങ് നിറയും. ഓക്കെ ആണല്ലോ? ഇങ്ങനെ വന്ന് നിറയുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? വാട്ടർ വേപ്പറുകൾ എന്തായിട്ട് മാറുന്നു? വാട്ടർ ഡ്രോപ്പുകളായിട്ട് മാറുന്നു. ശരിയല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാണ്. ഈ വാട്ടർ വേപ്പർ എന്ത് ചെയ്യുന്നത്? വാട്ടർ ഡ്രോപ്പുകളായിട്ട് മാറി ഇതെന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വാട്ടർ വേപ്പേഴ്സുകൾ വാട്ടർ ഡ്രോപ്പുകളായിട്ട് മാറി അത് ഇങ്ങനെ നിറഞ്ഞ് നേരത്തെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയായ റിലേറ്റീവായി നിറഞ്ഞു, സാച്ചുറേഷനായിട്ട് നിറഞ്ഞു. അത് ഭൂമിയിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? വരുന്നു. ഇങ്ങനെ വാട്ടർ വേപ്പറുകൾ വാട്ടർ വേപ്പർ WVAP ഓക്കെ, വാട്ടർ വേപ്പർ വാട്ടർ ഡ്രോപ്പുകളായിട്ട് മാറുന്ന ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. കണ്ടൻസേഷൻ എന്നും കൂടെ ഉണ്ട് കേട്ടോ. കണ്ടൻസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഘനീകരണം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇപ്പോൾ വാട്ടർ വേപ്പേഴ്സ് വാട്ടർ ഡ്രോപ്പുകളായിട്ട് മാറുന്ന പ്രക്രിയയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കണ്ടൻസേഷൻ. മേഘങ്ങളല്ല ഉദ്ദേശിച്ചത്, കണ്ടൻസേഷൻ. പൊടിപടലങ്ങളിൽ ഒരുമിച്ച് ഇങ്ങനെ പറ്റിച്ചേർന്നിരുന്ന് അവ എന്തായിട്ട് മാറുന്നു? ഭാരം കൂടിയതാകുന്നു. ഇത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പല പ്രതിഭാസങ്ങളായിട്ട് വന്നു വീഴുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെ അതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കണ്ടൻസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഇവിടെ പറയുന്നുണ്ട്, when the atmosphere is fully saturated, it water vapor is condensation begins. മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നു? നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്തെന്നറിയപ്പെടുന്നത്? കണ്ടൻസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? കണ്ടൻസേഷൻ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ എന്തൊക്കെ പ്രതിഭാസങ്ങളായിരിക്കാം ഉണ്ടാകുന്നത്? പണ്ട് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ ഉപരിതലത്തിനെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം, അല്ലെങ്കിൽ അന്തരീക്ഷം മുഴുവനായിട്ടുള്ള ഇത് ലോവർ പാർട്ടായിട്ട് തരംതിരിക്കാം, ഇത് നമുക്ക് മിഡിൽ പാർട്ടായിട്ടും, ഇതെന്താണ് ഏറ്റവും അപ്പർ പാർട്ടായിട്ടും തരംതിരിക്കാം. അപ്പോൾ നോക്കി, ഇവിടെ കണ്ടൻസേഷൻ സംഭവിച്ചു. ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എന്ത് ചെയ്യുന്നു? വാട്ടർ ഡ്രോപ്പുകൾ വരുന്നു. വൈകുന്നേര സമയം അല്ലെങ്കിൽ രാത്രിയാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഇത് വാട്ടർ ഡ്രോപ്പുകളായിട്ട് കണ്ടൻസ് സംഭവിച്ച് നമ്മുടെ രാവിലേക്ക് ആവുന്ന സമയത്ത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ ചെറിയ ചെറിയ ഡ്രോപ്പുകളായിട്ട് വന്നു വിടുന്നു. ഇത് എന്ത് ചെയ്യുന്നു? ഇലകളുടെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്താണ് നമ്മുടെ ഗേറ്റ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇതിൻ്റെ മുകളിലേക്ക് ചെറിയ ചെറിയ ജലകണികകളായിട്ട് എന്ത് ചെയ്യുന്നു? വന്ന് വീഴുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ ജലകണികകളായിട്ട് വന്നു വീഴുന്നതിനെയാണ് നമ്മൾ ഡ്യൂ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അല്ലേ? അപ്പോൾ രാത്രി സമയങ്ങളിലാവുന്ന സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമേയുള്ള സ്ഥലമാണ് കേട്ടോ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഏറ്റവും അടുത്തുള്ള സ്ഥലം. ഈ സ്ഥലം എന്ത് ചെയ്യുന്നു? തണുത്ത്, ഈ ജലകണികകൾ തണുത്ത് അത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സ്ഥലങ്ങളിൽ ഡ്രോപ്പുകളായിട്ട് വന്നു വീഴുന്നു. ഇങ്ങനെ ഡ്രോപ്പുകളായിട്ട് വന്നു വീഴുന്നതിനെയാണ് എന്താണ്? ഡ്യൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡ്യൂ. ഇനി നോക്കിയാൽ നിങ്ങൾ, ഈ ഡ്യൂ ചില പെർട്ടിക്കുലർ സമയങ്ങളിൽ അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ റീജിയൻ, ഉയർന്ന പ്രദേശങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ തണുക്കുന്ന ഡ്രോപ്പുകളുണ്ടല്ലോ, ഈ തണുക്കുന്ന ഡ്രോപ്പുകൾ എന്ത് ചെയ്യുന്നു? -0 ഡിഗ്രിക്ക് വെളിയിൽ അങ്ങ് പോകും. അതായത് 0 ഡിഗ്രിക്ക് എന്താണ്? -0 ഡിഗ്രിക്ക് പുറത്ത് എന്ത് ചെയ്യുന്നു? തണുക്കുകയും അത് ചെറിയ ചെറിയ എന്തായിട്ട് മാറുകയും ചെയ്യുന്നു? ഐസ് ക്യൂബുകളായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡ്രോപ്പായിട്ടുള്ള ഈ ജലത്തുള്ളികൾ 0 ഡിഗ്രി തണുത്താൽ അല്ലെങ്കിൽ -0 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ എന്തായി മാറും? മഞ്ഞായിട്ട് മാറും. അതെന്ത് ചെയ്യുന്നു? മഞ്ഞായിട്ട് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്നു വീഴുന്നു. ചില പെർട്ടിക്കുലർ റീജിയൻസുകളിലാണ് മാത്രം കേട്ടോ ഉയർന്നതും. അങ്ങനെയുള്ള വായുവിൻ്റെ സ്വാധീനം കുറഞ്ഞ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തണുക്കുന്നു, -0 ഡിഗ്രി ആവുന്നു. ടെമ്പറേച്ചർ എത്തില്ലല്ലോ, അല്ലേ? വായുവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ ടെമ്പറേച്ചർ ഇല്ലെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? -0 ഡിഗ്രി ആവുകയും -0 ഡിഗ്രി എന്താണ്? മഞ്ഞ് തുള്ളികളായിട്ട് താഴേക്ക് വന്ന് പതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വന്ന് പതിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ഫ്രോസ്റ്റ് എന്ന പേരിലൊക്കെ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഫ്രോസ്റ്റ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു.
അപ്പോൾ ഇത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന എന്താണ് പ്രതിഭാസങ്ങളാണ്. എന്തൊക്കെയെന്നറിയപ്പെടുന്നത് നമ്മുടെ മിസ്റ്റും പിന്നെ എന്താണ് ഫ്രോസ്റ്റും എന്നറിയപ്പെടുന്ന രണ്ട് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി. വാട്ടർ വേപ്പേഴ്സ് വാട്ടർ ഡ്രോപ്പുകളായി സാച്ചുറേറ്റ് സംഭവിച്ച് അത് ഭൂമിയിലേക്ക് വരുന്നതിനെയാണ് കണ്ടൻസേഷൻ, ഘനീകരണം എന്നറിയപ്പെടുന്നത്. ഈ ഘനീകരണം സംഭവിക്കുന്ന ഫോംസ് ഓഫ് കണ്ടൻസേഷനാണ് ഒന്നാമത്തേന്നറിയപ്പെടുന്നത് മിസ്റ്റ് എന്നും രണ്ടാമത്തേതാണ് ഫ്രോസ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നത്. -0 ചില പെർട്ടിക്കുലർ റീജൻസുകളായിട്ട് മാറുന്നതാണ്, അല്ലെങ്കിൽ ഡ്രോപ്പുകളായിട്ട് മാറുന്നതിനെയാണ്, കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രോസ്റ്റ് എന്ന് പഠിച്ചത്. ഭൂമിയിലേക്ക് വൈകുന്നേര സമയങ്ങളിലേക്ക് വാട്ടർ ഡ്രോപ്പുകൾ നമ്മൾ രാവിലെ സമയത്തൊക്കെ എന്താണ് വൈകുന്നേരം രാവിലെ സമയത്തൊക്കെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്നു വീഴുന്ന ചെറിയ ചെറിയ ജലത്തുള്ളികളെയാണ് നമ്മൾ മിസ്റ്റ് എന്ന പേരിലും പറഞ്ഞത്. ഇനി ഭൂമിയുടെ നേരെ അന്തരീക്ഷത്തിന് അടുത്ത മിഡിൽ പാർട്ടിലേക്ക് പോകുന്ന സമയത്തും അവിടെ ഏകദേശം ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. മിഡിൽ പാർട്ടിൽ പോകുന്ന സമയത്ത് അവിടെ എന്തും കൂടെ ഉണ്ട്, അവിടെ ഉള്ളതാണ് പൊടിപടലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്നത്. ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഈ ജലകണികകളും പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു, ഒട്ടിച്ചേരുന്നു. ഇവ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവയ്ക്ക് എന്ത് സംഭവിക്കുമായിരിക്കാം, വിസിബിലിറ്റി വളരെയധികം കുറവായിരിക്കാം. ഓക്കെ, അങ്ങനെ ജലകണികകളും കൂടെ ഒരുമിച്ച് വന്ന് ചേരുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, എന്താണ് മിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾ ഈ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ കോടയൊക്കെ കാണുന്നില്ലേ, ചെറിയ ചെറിയ കോടകളും. കോട മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ സ്ഥലങ്ങളെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല, പക്ഷെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്, അല്ലേ? അങ്ങനെ കാണുന്നതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, മിസ്റ്റ്. ആ മിസ്റ്റ് ഉണ്ടാകുന്നതിന് കാരണം എന്താണ്, അന്തരീക്ഷത്തിലെ മിഡിൽ പാർട്ടിൽ അടങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ അന്തരീക്ഷത്തിന് തൊട്ട് മുകളിൽ അടങ്ങിയിരിക്കുന്ന, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകൾ ഭാഗത്ത് അടങ്ങിയിരിക്കുന്ന ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസുകളും കൂടെ ഒരുമിച്ച് ചേർന്ന് അവ എന്താക്കി മാറ്റുന്നു, ഇങ്ങനെ ഒരു മിസ്റ്റ് പോലുള്ള ഒരു എന്താണ് ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ മിസ്റ്റ് എന്നറിയപ്പെടുന്നത്, ഇവിടെ നോക്കിയേ, മിസ്റ്റ് എന്നറിയപ്പെടുന്ന സംഭവം എന്തുകൊണ്ടാണ് രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നു. എന്താണ്, മിസ്റ്റിനെ നമ്മൾ രണ്ട് പേരിലാണ്. മിസ്റ്റ് എന്നറിയപ്പെടുന്നത് സാധാരണ നമുക്ക് വണ്ടികളിൽ പോകുമ്പോൾ എന്താണ്, വഴി കൃത്യമായിട്ട് കാണാൻ പറ്റും, വിസിബിൾ ആയിരിക്കും. ബട്ട് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഫോഗ് എന്നറിയപ്പെടുന്നത്, ഓക്കെ അല്ലേ, ഈ ഫോഗ് എന്നറിയപ്പെടുന്നത് എന്തല്ല, പെട്ടെന്ന് നമുക്ക് വിസിബിളായിട്ട് കാണാനായിട്ട് പറ്റില്ല. ഇത് ഹൈ ഇൻറ്റൻസീവ് ആയിട്ടുള്ള എന്തായിരിക്കും, ഡസ്റ്റ് പാർട്ടിക്കിൾസുകൾ വന്ന് നിറയുന്ന സ്ഥലമാണിത്. നമുക്ക് പ്രത്യേകിച്ച് കാണാനൊന്നും പറ്റില്ല, ഭയങ്കരമായിട്ടുള്ള മഞ്ഞായിരിക്കും. അപ്പോൾ ഇതിനെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതിനെ മിസ്റ്റ് എന്നും, ഇൻവിസിബിൾ ആയിട്ടുള്ള പ്ലേസ്, അതായത് നമുക്ക് വണ്ടിയിൽ പോകുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ എന്ത് നടക്കുന്നതെന്ന് കാണാൻ പറ്റില്ല, അതിന് എന്ത് പേരിലും അറിയപ്പെടുന്നു, ഫോഗ് എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു, മിസ്റ്റ് എന്നും പിന്നെ എന്താണ് ഫോഗ് എന്ന പേരിലും അറിയപ്പെടുന്നു. മിസ്റ്റ് എന്നും പിന്നെ എന്താണ് ഫോഗ് എന്ന പേരിലും. ഇനി നമുക്ക് അങ്ങോട്ട് താഴോട്ട് നോക്കാം. നിങ്ങൾ നോക്കിയാൽ നോട്ട് നോക്കിയാൽ ഡ്യൂ എന്നറിയപ്പെടുന്നത് എന്താണ്, ഡ്യൂറിങ് നൈറ്റ്, രാത്രി സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, ഡ്യൂറിങ് നൈറ്റ് രാത്രി സമയത്ത് എർത്ത് സർഫസ് കൂൾ ഡൗൺ, എർത്ത് സർഫസ് എന്ത് ചെയ്യുന്നു, കൂളാവുന്നു അല്ലേ, കൂൾ ഡൗൺ ആൻഡ് സർഫസ് ആൾസോ കൂൾ, ദ വാട്ടർ വേപ്പർ കണ്ടൻസ് ഫോർ ദ ടീനി ഡ്രോപ്ലെറ്റ്, ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റുകളായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്ന് പതിക്കുന്നു. ദ ലീഫ് ബ്ലൈഡ്സ് ആസ് വെൽ ആസ് അതർ കോൾഡ് സർഫസ്, നമ്മുടെ ലീഫ് ബ്ലൈഡ്സുകളിലും അതുപോലെ ഗ്രാസ് ടിപ്സുകളിലൊക്കെ വന്നിരിക്കും അല്ലേ, ടിപ്പുകളിലൊക്കെ ചെറിയ ചെറിയ നമ്മളെ എഡ്ജുകളിലൊക്കെ വന്നിരിക്കുന്ന അതൊക്കെ കാണുന്നത് എന്താണ്, ഡ്യൂ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ അറ്റ്മോസ്ഫിയർ 0 താഴെയായിട്ട് മാറുന്ന സമയത്ത് ഡ്യൂറിങ് നൈറ്റ് ടിനി ക്രിസ്റ്റൽസ് അല്ലേ, ഐസ് ആർ ഫോംഡ് ഇൻസ്റ്റെഡ് ഓഫ് ഡ്യൂ. ഡ്യൂവിന് പകരമായിട്ട്, അത് ജലത്തുള്ളികൾക്ക് പകരമായിട്ട് ഫ്രോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. 0°C താഴെയായിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. അതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ഫ്രോസ്റ്റ്. ഇനി അടുത്താണ് മിസ്റ്റ് ആൻഡ് ഫോഗ് എന്നറിയപ്പെടുന്നത്. മിസ്റ്റ് ആൻഡ് ഫോഗ് എന്നറിയപ്പെടുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. വെൻ ദ അറ്റ്മോസ്ഫിയർ ഗെറ്റ് കൂൾഡ്, അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നു, കൂളായിട്ട് മാറുന്ന സമയത്ത് ദ ടിനി ഡ്രോപ്ലെറ്റ് വാട്ടർ റിമെയിൻസ് സസ്പെൻഡ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. ലോവർ അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു, അവ ഒരുമിച്ച് വാട്ടർ ഡ്രോപ്ലെറ്റുകളുമായിട്ട് കൂടുന്നു. ഇങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നു, മിസ്റ്റും ഫോമുമായിട്ട് ഒരുമിച്ച് എന്താണ് രണ്ട് ഫോർമാറ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കണ്ടൻസേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ലോവർ അറ്റ്മോസ്ഫിയർ അതെന്തായിട്ട് മാറുന്നു, മിസ്റ്റായിട്ടും. ഫോഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ഓൺ ദ റേഞ്ചസ് ഓഫ് വിസിബിലിറ്റി. എത്രത്തോളം വാട്ടർ വേപ്പറും ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസിലും അവിടെ ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ മാറ്റം സംഭവിക്കുന്നു. വളരെ കുറച്ച് ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസും, വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ലോവർ പാർട്ടിൽ അത്യാവശ്യം ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസും ഫോഗും ഉണ്ടെങ്കിൽ, വാട്ടർ കണ്ടെയ്ൻസും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മിസ്റ്റ് എന്നും, എന്നാൽ നല്ല രീതിയിൽ ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ എന്താണത്, ഫോഗ് എന്ന പേരിലും എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ, എന്ത് പേരിലും അറിയപ്പെടുന്നു, ഫോഗ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പാർട്ട് പോയി, ലോവർ കഴിഞ്ഞു അപ്പർ കഴിഞ്ഞു, ലോവർ കഴിഞ്ഞു മിഡിൽ കഴിഞ്ഞു അപ്പർ.
ഈ അപ്പർ പാർട്ടിലേക്ക് നമ്മുടെ ഡ്രോപ്ലെറ്റുകൾ എത്തുന്ന സമയത്ത് അവിടെ എന്താണ് ഹൈ ഇൻറ്റൻസീവായിട്ട് ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസ് ഇവ ഉണ്ടാവും. അപ്പോൾ ഒരു ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസിലേക്ക് ഭാരം കുറഞ്ഞ ഈ പറയുന്ന ഡ്രോപ്ലെറ്റുകൾ വന്ന് എന്ത് ചെയ്യും, ഒരുമിച്ച് വന്ന് ഒട്ടി 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 ഇങ്ങനെ ചേരും. അത് പല സൈക്ലോണിക് എഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണോ, പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ്. ഇങ്ങനെ വന്ന് ഒരുമിച്ച് ഒട്ടിച്ചേരുന്നതിൻ്റെ ഫലമായിട്ട് ഇത് വലിയ ഒരു എന്തായിട്ട് മാറുന്നു, ഒരു പ്രതിഭാസമായിട്ട് മാറുന്നു. ഇങ്ങനെ ഒരുമിച്ച് വന്ന് ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസ് ഒരുമിച്ച് വന്ന് ചേരുന്നതിനെയാണ് നമ്മൾ ക്ലൗഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മേഘങ്ങൾ. ഈ മേഘങ്ങൾ തന്നെ വ്യത്യസ്തമായ പേരുകളിലാണ് അറിയപ്പെടുന്നത്. കണ്ടോ, ക്ലൗഡ്സ് ആർ ഫോംഡ് റിസൾട്ട് ഓഫ് കണ്ടൻസേഷൻ. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുണ്ടാവുന്നത്? കണ്ടൻസേഷൻ. ടിനി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ചെറിയ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസുകളുടെ ഫലമായിട്ട്, അല്ലെങ്കിൽ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഈ പറയുന്ന കണ്ടൻസേഷൻ വാട്ടർ വേപ്പറുകളിൽ വന്ന് ഡ്രോപ്ലെറ്റുകളിൽ വന്ന് ചേരുകയും അവ എന്തായിട്ട് മാറുകയും ചെയ്യുന്നു, വലിയ ഒരു ഫോർമാറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ വലിയൊരു ഒരു മേഘരൂപീകരണത്തിന് കാരണമാകുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഡയമീറ്റർ എന്നറിയപ്പെടുന്ന 0.001-നും മേളിൽ ഇവ രൂപപ്പെടുന്നു. ഈ ഡയമീറ്ററിനും കൂടുതലായിട്ട് വരുന്ന സമയത്ത് അവ വലിയ മേഘരൂപീകരണം ഉണ്ടാകുന്നതിന് കാരണമായിട്ട് മാറുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ഇതിൻ്റെ പേരിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ക്ലൗഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ക്ലൗഡ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സുകൾ നോക്കിയാൽ നമുക്ക് സാധാരണ പണ്ടൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തേതായി ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് സിറസ് ക്ലൗഡ്സ് എന്നറിയപ്പെടുന്നത്. കണ്ടോ, സിറസ് ക്ലൗഡ്സ് എന്നറിയപ്പെടുന്നത് ഇത് ലൈക്ക് എ ഫെദർ ലൈക്ക് എ ക്ലൗഡ്സ് ഫോംഡ് ദ വെരി ഹൈ ആൾട്ടിറ്റ്യൂഡ്. വളരെ ഉയർന്ന സ്ഥലത്തുണ്ടാകുന്ന ഒരു ഡിഫറെൻ്റ് ഓഫ് എഫക്റ്റാണ്. ഫെദർ കണ്ടീഷൻ പോലെ ഇരിക്കും. നമ്മളെ പഞ്ഞികളിങ്ങനെ നൂല് പോലെ ഇട്ടിരിക്കില്ലേ, പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന ഇതാണ് എന്നറിയപ്പെടുന്നത് സിറസ് ക്ലൗഡ്സ് എന്നറിയപ്പെടുന്നത്. പിന്നെ തിക്ക് ലെയേർഡ് ക്ലൗഡ്സുകൾ എന്നറിയപ്പെടുന്നതാണ് സ്ട്രാറ്റസ് ക്ലൗഡ്സുകൾ എന്നറിയപ്പെടുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ച ലോവർ പാർട്ടിലാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ സ്ട്രാറ്റസ് ക്ലൗഡ്സ്. നമ്മൾ ഈ കടൽ തീരത്തൊക്കെ പോകുന്ന സമയത്ത് മിക്കവാറും ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ക്യുമുലസുകൾ എന്നറിയപ്പെടുന്ന കോട്ടൺ വൂൾ അല്ലേ. ആൻഡ് ദ ക്ലൗഡ്സ് ആർ ഫോംഡ് റിസൾട്ട് ഓഫ് ഇൻറ്റൻസ് കൺവെൻഷൻ. അത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? കൺവെൻഷനൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ടെമ്പറേച്ചർ എത്രത്തോളം ഉയർന്നു പൊങ്ങി ആ പ്രദേശം ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് കാണപ്പെടുന്നതാണ് ഈ ക്യുമുലസ് ക്ലൗഡ്സുകൾ എന്നറിയപ്പെടുന്നത്. ഈ ക്ലൗഡ്സുകൾക്ക് കൺവെൻഷൻ കറണ്ട്, അതായത് നമ്മൾ നേരത്തെ പഠിച്ച സംവഹനത്തിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടുതലുള്ള സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ക്ലൗഡ്സുകൾ കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. കോട്ടൺ വൂൾ ലൈക്ക് ക്ലൗഡ്സ്, ഇതിനെ കോട്ടൺ വൂൾ ക്ലൗഡ്സുകൾ എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഓക്കെ. ആൻഡ് ഓക്കെ, ഈ ക്ലൗഡ്സുകൾക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, വലിയ ക്ലൗഡ്സുകളാണ്, വളരെ വലിയ ക്ലൗഡ്സുകളാണ്. ഇതിൻ്റെ വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ നോക്കിയാൽ നിങ്ങൾ അതിൻ്റെ വെർട്ടിക്കാലിറ്റി എന്നറിയപ്പെടുന്നത് കേട്ടോ, നിങ്ങൾ അതിൻ്റെ ലംബതലം എന്നറിയപ്പെടുന്നത് വളരെ വലുതായിരിക്കും. ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും വലിയ വെർട്ടിക്കൽ എക്സ്റ്റൻസീവ് ഉള്ള സ്ഥലത്താണ് അത്രയും വലിയ ക്ലൗഡ്സാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയും വലിയ ക്ലൗഡ്സുകളെയാണ് നമ്മൾ ക്യുമുലസ് ക്ലൗഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത് വരുന്നതാണ് നിംബസ് ക്ലൗഡ്സ്. നിംബർ ക്ലൗഡ്സ് എന്നറിയപ്പെടുന്നത് ഒരു റെയിനി ക്ലൗഡ്സുകളാണ്. റെയിനി ക്ലൗഡ്സുകളുടെ ഒരു പ്രത്യേകത എന്നറിയപ്പെടുന്നത് ഡാർക്ക് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സുകളാണ്. എന്നോട് ഒരു പ്രാവശ്യം ഒരാൾ ചോദിച്ചിട്ടുള്ള എന്തുകൊണ്ടാണ് ഈ മഴ പെയ്യുന്ന സമയത്ത് ഇത് കയറി എന്ത് ചെയ്യുന്നത്, ഡാർക്ക് ആവുന്നത്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഹൈ ഇൻറ്റൻസീവായിട്ടുള്ള ക്ലൗഡ്സും ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസുകളും ആസ് വെൽ ആസ് അതുപോലെ തന്നെ എന്തുകൊണ്ടായിരിക്കും, ജലകണികകളും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തെ ഇവ എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് കടത്തിവിടുന്നില്ല. അത്രയ്ക്കും അതിങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സൂര്യപ്രകാശം കടത്തിവിടാതാവുമ്പോൾ അതെന്ത് ചെയ്യുന്നു, കറക്കുന്നു. അങ്ങനെ ഡാർക്ക് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് ഫോംഡ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ കാൾഡ് ദ നിംബസ് ക്ലൗഡ്സ്. വളരെ ഡാർക്ക് ബിയറിംഗ് ക്ലൗഡ്സുകൾ ഉണ്ടാകുന്ന ലോവർ പാർട്ടിൽ ഉണ്ടാകുന്നതാണ് ഇത് നിംബസ് ക്ലൗഡ്സുകൾ എന്നറിയപ്പെടുന്നത്. The dark clouds is a thick concentration of water drop which is not allow the light to penetrate through them. കണ്ടോ, ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് അതിനകത്തുള്ളത്. ഈ ഡാർക്ക് കളർ ഡ്യൂ ടു ദ തിക്ക് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്, വളരെ കുറഞ്ഞ നമ്മുടെ ലൈറ്റ് പെനട്രേഷൻ അവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഡാർക്ക് പോലെ തോന്നുന്നതിനെ കാരണമായിട്ട് നടന്നു. നമുക്ക് വായിച്ച് തന്നെ മനസ്സിലാവുന്നതുള്ള സിമ്പിളാണ്. 3-4 മാർക്കിനൊക്കെ ചോദിക്കുന്ന, അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ക്ലൗഡ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് കണ്ടൻസേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് എന്നറിയപ്പെടുന്നത് ക്ലൗഡ്സുകൾ എന്ന പേരിൽ നമ്മൾ അറിയുന്നത്. ക്ലൗഡ്സുകൾ എന്ന പേരിൽ അറിയുന്നത്. ഓക്കെ ആണല്ലോ. മതി, ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും മതി. അടുത്ത ഒരു പാർട്ടോട് കൂടി നമ്മൾ ഇന്ന് ഇത് അവസാനിപ്പിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതെന്ന് അറിയപ്പെടുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു അല്ലേ. ഹ്യൂമിഡിറ്റി എന്നറിയപ്പെടുന്നത് എന്താണ്, വാട്ടർ കണ്ടെയ്ൻ
കണ്ടൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കാൾഡ് ഹ്യൂമിഡിറ്റി. വാട്ടറിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തിൻ്റെ അളവാണ് വാട്ടർ. അതിനെ 2 തരത്തിൽ നമ്മൾ പഠിച്ചു. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി പെർ യൂണിറ്റ് ഓഫ് പ്ലേസിൽ നിലവിൽ എത്ര വാട്ടർ യൂണിറ്റ് അല്ലെങ്കിൽ എത്ര വാട്ടർ കണ്ടെയ്ൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട് അതിനെ അറിയപ്പെടുന്നതാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്നറിയപ്പെടുന്നത്. അതിലേക്ക് എത്ര ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നു, അതിലേക്ക് ആ അറ്റ്മോസ്ഫിയറിൽ എത്ര ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു, അത് പെർസെൻറ്റേജ് ബേസിൽ പറയുന്നതിനെയാണ് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതിനെയാണ് നമ്മൾ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്നറിയപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന പേരിലും അറിയപ്പെടുന്നത്. അത് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്. ഇനി ഇവിടെ വാട്ടറിനെയൊക്കെ അളക്കുന്ന യൂണിറ്റാണ് അല്ലെങ്കിൽ ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഹൈഗ്രോമീറ്റർ ഈസ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു മെഷർ അറ്റ്മോസ്ഫിയർ ഹ്യൂമിഡിറ്റിയൊക്കെ അളക്കാനായിട്ട് സാധിക്കുന്ന എന്താണ് നമ്മൾ ഇത് പ്രഷറിന് പഠിച്ചു, ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ടെമ്പറേച്ചറിനും പഠിച്ചു, ഹൈഗ്രോമീറ്ററും അതുപോലെ തന്നെ നമ്മൾ പ്രഷറിനും പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അതുപോലെ ടെമ്പറേച്ചറിനും നമ്മൾ പഠിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, എടുത്തു വെച്ച് നോക്കുക. ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. പ്രഷറിനെ അളക്കുന്ന യൂണിറ്റൊക്കെ നമ്മൾ പഠിച്ചു. HPA, MPa എന്നൊക്കെ നമ്മൾ പഠിച്ചു. മില്ലി ബാർ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ ഹെക്ടോ പാസ്കൽ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ടെമ്പറേച്ചറിനെ നമ്മൾ പഠിച്ചു, തെർമോമീറ്റർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അടുത്തതിലുള്ളതെന്ന് അറിയപ്പെടുന്നതാണ് ഏത്? ഹൈഗ്രോമീറ്റർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് പഠിച്ചത്. പ്രഷറിൽ നമ്മൾ പഠിച്ചത് ഏതാണ്? മെർക്കുറി ബാരോമീറ്റർ എന്ന് പഠിച്ചു, അതിനെ മെഷർമെൻറ്റ് ചെയ്യുന്ന ടൂൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് നമ്മളിന്ന് നോക്കിയത് കണ്ടൻസേഷൻ എന്നറിയപ്പെടുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻസേഷൻ എന്നറിയപ്പെടുന്നത്. ഡ്യൂ പഠിച്ചു, ഫ്രോസ്റ്റ് പഠിച്ചു, മിസ്റ്റ് ആൻഡ് ഫോഗ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ ഫോംഡ് ആസ് റിസൾട്ട് ഓഫ് കോണ്ടൻസേഷൻ ഘനീകരണത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രതിഭാസമാണ് ഏത്? ക്ലൗഡ്സുകൾ. സിറസ് ക്ലൗഡ്സുകൾ പഠിച്ചു. അതുപോലെ തന്നെ ക്യുമുലസ് ക്ലൗഡ്സുകൾ നമ്മൾ എന്താണ് നോക്കി? നിംബസ് ക്ലൗഡ്സുകൾ നോക്കി, സ്ട്രാറ്റസ് ക്ലൗഡ്സുകൾ നോക്കി. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇത് വി വിൽ കംപ്ലീറ്റഡ് ഓൾ ദ ടോപ്പിക്. നമ്മൾ ഓൾ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് ഒരു വീഡിയോയും കൂടി ഞാനിടും. ഇതിൻ്റെ സ്ലൈഡ് ഷെയർ, അതായത് ഇതിൻ്റെ PPT പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും കൂടെ ഞാൻ തയ്യാറാക്കി ഇടുന്നതാണ്. നിങ്ങൾ എല്ലാവരും അത് കയറി കാണുക. നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നതിൻ്റെ പോയിൻറ്റ്സുകൾ മാത്രം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഈസി ആയിരിക്കും. മലയാളം കൂടെ ആവശ്യമുള്ളവർ വേണമെങ്കിൽ പറയുക, അതിന് വേണമെങ്കിൽ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് അതും ഇടാം. ഓക്കെയാണ്, നിങ്ങളുടെ ആവശ്യാനുസരണം മാത്രം അത് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ, ടൈപ്പ് ചെയ്ത് ഇടണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.